രാവിലെ തന്നെ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ചത്. ഒരു കൊറിയർ വന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, നീ വേണമെങ്കിൽ അത് അൺബോക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓണപരിപാടിക്ക് ഇത് കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായനെ, കുറച്ചുകൂടി ഗുമ്മായനെ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ മൈക്കും സ്പീക്കറും ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ പാട്ടൊക്കെ അതിൽ കൂടെ പാടാനും വിളിച്ച് പറയാനും എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു ഓളം തന്നെയാണ്. അപ്പോൾ ദേ ഇതായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, ശങ്കരിയും ദേവുട്ടിയും എല്ലാം ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. എങ്കിലും ഞാൻ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഇതിനകത്ത് ഇതുപോലുള്ള ബാറ്ററിയും പിന്നെ റിമോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഓണാക്കി നോക്കുകയാണ്. ദേ ഇതുപോലെ ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൈക്കൊക്കെ എടുത്തങ്ങ് ടെസ്റ്റിങ് തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ആ മൈക്കിന് അവിടെ അടിയായി. അടിയല്ലാത്ത എല്ലാം നടന്നിട്ടുണ്ട്. ശങ്കരി ഒരു വിധത്തിലും മൈക്ക് ആർക്കും തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പാവം ദേവുട്ടി, അവൾക്ക് പാടാൻ മേടിച്ച മൈക്കാണ്. അവിടെ നിപ്പ് കണ്ടോ, അവൾക്ക് മൈക്ക് കൊടുക്കുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവളെ നൈസായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിരുത്തിയിട്ട് നമ്മൾ ദേവനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുമാരെ വഴക്കുണ്ടാക്കിയതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ അൺബോക്സിങ് വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീട്ടിട്ട് കാണുന്നവർ ടാറ്റാ.